നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യ ദിനാഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. മതവിദ്വേഷമില്ലാത്ത ഇന്ത്യ യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം എന്ന് മന്ത്രി വി ശിവൻകുട്ടി. മതേതരത്വം, ജനാധിപത്യം, സാമൂഹിക നീതി, തുല്യത എന്നിവ പാലിക്കാൻ ഓരോ കേരളീയരും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി. ആശ്രമ മൈതാനത്ത് പതാക ഉയർത്തി മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ജാതി പറയുന്നവരെ കേമന്മാരായും ജാതി പറയാത്തവരെ മോശക്കാരുമായാണ് ചിലർ കാണുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവർ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ടോ എന്നത് സംശയമാണ്. അധികാരത്തിൽ നിന്നും ഈഴവർ പിന്തള്ളപ്പെടുന്നുവെന്നും വെള്ളാപ്പള്ളി. സൗത്ത് വിഷന്റെ നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് ക്യാമ്പയിൻ. പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ ക്യാമ്പയിൻ നടത്തി. ചെറുകിട വ്യാപാര മേഖലയുടെ സംരക്ഷണത്തിനായാണ് ക്യാമ്പയിൻ. വിശദമായ വാർത്തകളിലേക്ക്. 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിൽ രാജ്യം. സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. മതവിദ്വേഷമില്ലാത്ത ഇന്ത്യ യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ നിറവിലാണ്. സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. മതവിദ്വേഷമില്ലാത്ത ഇന്ത്യ യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ചിലർ ശ്രമിക്കുന്നു. വർഗീയ ശക്തികൾ ജാതിയും മതവും പറയുന്നുവെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ നടപ്പാക്കാനുള്ളതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിന്റെ അടിത്തറ. അതും മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ടു പോകും. കേരളമെന്ന് കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാവുകയും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ജനതയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥക്കായി പ്രതിബദ്ധതയോടെ നിലകൊള്ളും. ഇതാവട്ടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യവും മുഖ്യമന്ത്രി സ്വീകരിച്ചു. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ അച്യുത് അശോക് IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് സുമേഷ് AS. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷിബു നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വാതന്ത്ര്യദിനാചരണ പദയാത്ര നടത്തി. ഗാന്ധി ദർശൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ പദയാത്ര നടത്തിയത്. മലബാർ തുടങ്ങിയവർ നേതൃത്വം കൊടുക്കുന്ന മഹാത്മജി
ഗാന്ധി ദർശൻ കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനാചരണ പദയാത്ര നടത്തിയത്. കല്ലൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BS വിനോദ്, ഗാന്ധി ദർശൻ നിയോജകമണ്ഡലം ചെയർമാൻ മെഹർഖാൻ ചേന്നല്ലൂരിന് ദേശീയ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ട്രാൻസ്പോർട്ട് മൈതാനിയിൽ സമാപന സമ്മേളനം നടത്തി. UDF ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിക്ക് മുമ്പ് ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളും പ്രക്ഷോഭണത്തെ നയിച്ചവരുമായ ധീരദേശാഭിമാനികളായ ദേശീയ നേതാക്കന്മാരുണ്ടായി. പക്ഷെ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷമാണ് ആ പ്രക്ഷോഭണത്തിന് പുതിയൊരു രൂപവും ഭാവവും ഉണ്ടായത്. 1942 ഓഗസ്റ്റ് 9 ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണം. ആ പ്രക്ഷോഭണത്തോടു കൂടിയാണ് സ്വാതന്ത്ര്യ സമരം ഒരു പുതിയ പാതയിലേക്ക് വന്നത്. LK ശ്രീദേവി, MV ഹെൻറി, മുനമ്പത്ത് ശിഹാബ്, ബാബുജി പട്ടത്താനം, നസീം ബീബി, മാരിയത്ത്, അൻസാറെ മലബാർ, കയ്യാലത്തറ ഹരിദാസ്, KS പുര സത്താർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകാത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യത്തെയും ഈ സ്വാതന്ത്ര്യ സമരത്തെയും അതിന് നേതൃത്വം കൊടുത്തവരെയും തമസ്കരിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ്, ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് തുടങ്ങുന്ന ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ പ്രവർത്തനോദ്ഘാടനം ശനിയാഴ്ച നടക്കും. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദി എന്ന നിലയിലാണ് കൾച്ചറൽ തിയേറ്ററിന്റെ പ്രവർത്തനം. ഖസാക്കിന്റെ ഇതിഹാസം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന നാടകങ്ങളും പെർഫോമിംഗ് ആർട്ടുകളും കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥിരം വേദി എന്ന നിലയിൽ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് തുടങ്ങുന്ന ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ പ്രവർത്തനോദ്ഘാടനം ശനിയാഴ്ച നടക്കും. ഒരു പുതിയ സാംസ്കാരിക പ്രസ്ഥാനം രൂപപ്പെടുകയാണ്. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്റർ എന്ന പേരിലാണ് ഈ പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എന്ന നിലയിൽ ബഹുസ്വരതയുടെ സാംസ്കാരിക ഉത്സവം, അതാണ് നമ്മൾ ആദ്യമായി ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് വളരെ മഹിതമായ സാംസ്കാരിക പാരമ്പര്യം അതിൻ്റെ പേരിൽ തന്നെ ഉൾക്കൊള്ളുന്നു. ആ സാംസ്കാരിക പൈതൃകത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെവിടെയും നടക്കുന്ന കാലികമായ കലാവതരണങ്ങളെ, ഏത് കലാരൂപങ്ങളുടെയും അവതരണങ്ങളെ കരുനാഗപ്പള്ളിയിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംഘടനയുടെ നേതൃത്വത്തിൽ OV വിജയന്റെ കൃതിയെ അടിസ്ഥാനമാക്കി ദീപൻ ശിവരാമൻ തയ്യാറാക്കിയ നാടകമായ ഖസാക്കിന്റെ ഇതിഹാസം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ അവതരിപ്പിക്കും. നാടകാവതരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള 5 മാസം താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഗ്രാവിറ്റി ലോഞ്ചിങ് ശനിയാഴ്ച വൈകിട്ട് 5:30 കരുനാഗപ്പള്ളി KC സെന്റർ ഗ്രാൻഡ് മസ്കറ്റ് ഹോട്ടൽ ഹാളിലെ അഹമ്മദ് മുസ്ലിം സ്മൃതി കേന്ദ്രത്തിൽ തിയേറ്ററിന്റെ ലോഗോ പ്രകാശനം M. മുകേഷ് MLA നിർവഹിക്കും. വെബ്സൈറ്റ് ഉദ്ഘാടനം KSFE ചെയർമാൻ K. വരദരാജനും യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരനും നിർവഹിക്കും. 27-ന് ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടക്കുന്ന പരിപാടി ആലക്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചവറ KS പിള്ള അധ്യക്ഷത വഹിക്കും. തുടർന്ന് നാടകഗാനങ്ങളുടെ അവതരണവും നടക്കും. സെപ്റ്റംബർ 6-ന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ OV വിജയന്റെ ശില്പത്തിന്റെ അനാച്ഛാദനം CPM ജനറൽ സെക്രട്ടറി MA ബേബി നിർവഹിക്കും. സെപ്റ്റംബർ 13-ന് വൈകിട്ട് 4-ന് KC സെന്റർ ഹാളിൽ നടക്കുന്ന കൂട്ടായ്മ നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30-ന് ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ പെൺനടൻ നാടകവും അരങ്ങേറും. സെപ്റ്റംബർ 14-ന് വൈകിട്ട് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ സുനിൽ P. ഇളയിടം പ്രഭാഷണം നടത്തും. വൈകിട്ട് 6:30-ന് ക്ലാപ്പന EMS ഗ്രന്ഥശാലയിൽ മാടൻ മോക്ഷം നാടകവും അരങ്ങേറും. നവംബർ ഡിസംബർ മാസങ്ങളിലും വിവിധങ്ങളായ സാംസ്കാരിക അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് B. കൃഷ്ണകുമാർ, സെക്രട്ടറി V. വിമൽ റോയ്, VP ജയപ്രകാശ് മേനോൻ, S. ജയകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനം ഉൾപ്പെടെ ഉള്ള സംഘടനകളെ അല്ലെങ്കിൽ സംവിധാനങ്ങളെയെല്ലാം ഇതിന് സഹസംഘാടനത്തിൽ ചേർത്തുകൊണ്ട് വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ, ആ അനുബന്ധ പരിപാടികളുടെ
ഇപ്പം ഓഗസ്റ്റ് മാസത്തെയും സെപ്റ്റംബർ മാസത്തെയും അനുബന്ധ പരിപാടികൾ ഇതിനകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിന്റെ തുടക്കം എന്ന നിലയിൽ നാളെ ഈ ഗ്രാവിറ്റിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായ ലോഞ്ചിങ് നടക്കുകയാണ്. അത് പ്രധാനമായും 3 ചടങ്ങുകളാണ് ലോഞ്ചിങ്ങിൽ സംഭവിക്കുന്നത്. ഒന്ന്, ഗ്രാവിറ്റിയുടെ ലോഗോ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യുന്നു. അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ മുകേഷ് അവറുകളാണ്. അതുപോലെ തന്നെ എല്ലാവിധ പുതിയ സംവിധാനങ്ങളും കൂടി ചേർന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഗ്രാവിറ്റിക്ക് വേണ്ടി തയ്യാറാവുന്നുണ്ട്. ആ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ് മറ്റൊരു പരിപാടിയാണ് നാളെ നടക്കുന്നത്. അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട KSFBയുടെ ചെയർമാൻ ശ്രീ വരദരാജൻ അവറുകളാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പുനലൂർ വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് സമാന്തരമായി പാത നിർമ്മിക്കുന്ന പദ്ധതി വൈകുന്നു. നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതാണ് കാരണം. സമയബന്ധിതമായി അനുമതി ലഭിച്ചാലേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനാകൂ. ഇതേസമയം റെയിൽവേയുടെ ആവശ്യങ്ങൾ ധാരണയ്ക്ക് വിരുദ്ധമാണെന്ന് PS സുബാൽ MLA പറഞ്ഞു. വലിയ സാങ്കേതിക പ്രശ്നങ്ങളില്ലാതെ സമാന്തരപാതയ്ക്ക് അനുമതി നൽകാമെന്ന് റെയിൽവേ നേരത്തെ സമ്മതിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ കൂടുതൽ സങ്കീർണമായ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് അനുമതി വൈകാൻ കാരണമാകുന്നതെന്ന് PS സുബാൽ MLA ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം പുനലൂരിൽ വിളിച്ചു ചേർത്ത മരാമത്ത് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് MLA ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ട തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് റെയിൽവേ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും മുൻപുണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമാണ് ഈ നിലപാടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം NK പ്രേമചന്ദ്രൻ MPയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ പ്രേമചന്ദ്രൻ MPയുടെയും PS സുബാൽ MLAയുടെയും നേതൃത്വത്തിൽ പുനലൂരിൽ ചേർന്ന യോഗത്തിലാണ് വാളക്കോട്ട് സമാന്തരപാത നിർമ്മിക്കാൻ തീരുമാനിച്ചത്. റെയിൽവേയുടെയും മരാമത്ത് വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നൂറ്റാണ്ട് പഴക്കമുള്ള ഈ പാലം പുനർനിർമ്മിക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് സമാന്തരപാതയ്ക്ക് യോഗത്തിൽ പദ്ധതി തയ്യാറാക്കിയത്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം തുടങ്ങാനായിരുന്നു തീരുമാനം. തീവണ്ടിപ്പാത വികസനത്തിന്റെ ഭാഗമായി 10 വർഷം മുമ്പ് പാലത്തിനു താഴെ റെയിൽവേ നിർമ്മിച്ച തുരങ്ക സമാനമായ നിർമ്മിതിയുടെ മുകളിൽ 5.5 മീറ്റർ വീതിയിൽ സമാന്തരപാതയും 4.5 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കാനായിരുന്നു പദ്ധതി. നിരന്തരം അപകടമുണ്ടാക്കുന്ന ബ്ലാക്ക് സ്പോട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന് അനുമതി വാങ്ങി. നിർമ്മാണത്തിനായി കഴിഞ്ഞ ഏപ്രിലിൽ ദേശീയപാത അതോറിറ്റി 3.57 കോടി രൂപ അനുവദിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗത്തെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. സമാന്തരപാത നിർമ്മിക്കുന്നതിന് യോഗത്തിൽ റെയിൽവേ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. അന്തിമ അലൈൻമെന്റ് സമർപ്പിക്കുന്ന മുറയ്ക്ക് അനുമതി നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കൂടുതൽ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് റെയിൽവേ ചെയ്യുന്നത്. കൊല്ലം ചെങ്കോട്ട തീവണ്ടിപ്പാതയ്ക്ക് കുറുകെ നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച 4.5 മീറ്റർ മാത്രം വീതിയുള്ള പാലമാണിത്. ദേശീയപാതയിൽ കൊല്ലം മുതൽ ആര്യങ്കാവ് വരെ നീളുന്ന 90 കിലോമീറ്റർ ദൂരത്തിൽ ഏറ്റവും ഇടുങ്ങിയതും പുനർനിർമ്മിക്കാത്തതുമായ ഏക മേൽപ്പാലമാണിത്. ഇതുവഴിയുള്ള ഗതാഗതവും ഏറെ ബുദ്ധിമുട്ടാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്വാതന്ത്ര്യദിനത്തെ വരവേറ്റ് പുനലൂരിലെ ചരിത്ര സ്മാരകമായ തൂക്കുപാലം പാലത്തിന്റെ കമാനങ്ങളും കൈവരികളുമെല്ലാം വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചു. 19ാം നൂറ്റാണ്ടിൽ ആൽബർട്ട് ഹെൻറി എന്ന ബ്രിട്ടീഷുകാരന്റെ കരവിരുതിൽ നിർമ്മിച്ച പാലം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന്റെ സ്മരണ പുതുക്കുന്നതിനായാണ് ദീപങ്ങളാൽ അലങ്കൃതമായത്. ഇത് 3ാം വർഷമാണ് സ്വാതന്ത്ര്യത്തെ വരവേൽക്കാൻ തൂക്കുപാലം ദീപാലങ്കൃതമാകുന്നത്. പാലം ദീപാലങ്കൃതമായതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലത നിർവഹിച്ചു. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ വർണ്ണാഭമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരൻ്റെയും കടമയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതും ധീര ദേശാഭിമാനികളെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടതും ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ദേശാഭിമാനികളും സ്വാതന്ത്ര്യ സമര സേനാനികളും നിരവധിയായിട്ടുള്ളവരുടെ രക്തം ചൊരിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിടയായിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ കിരാതമായ ഭരണത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനത്തിനും വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരുടെ ദേശാഭിമാന ബോധം നമ്മുടെ ഓരോ പൗരന്മാർക്കും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ഓർക്കുന്നു. തീർച്ചയായും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധമായ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തെ
വളരെ ഉത്തരവാദിത്വത്തോടുകൂടി സംരക്ഷിക്കേണ്ട കർത്തവ്യം ഓരോ പൗരനും ഉണ്ടാകേണ്ടതാണ്. നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് PANS, അരവിന്ദാക്ഷൻ, നിമ്മി അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഭരണഘടനയെക്കുറിച്ച് അവബോധമുള്ള തലമുറകളെ വാർത്തെടുക്കാൻ ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മതേതരത്വം, ജനാധിപത്യം, സാമൂഹ്യനീതി, തുല്യത എന്നിവ പാലിക്കാൻ ഓരോ കേരളീയരും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി പറഞ്ഞു. ആശ്രമ മൈതാനത്ത് പതാക ഉയർത്തി മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. നവകേരളം മതജാതി വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഇവിടെ എത്തിയത്. ജനാധിപത്യപരമായ സംവാദങ്ങളും വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ ഒരു കുട്ടിയെയും മാറ്റി നിർത്താൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും ഒരേ അവകാശം, തുല്യത ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസമാണ് നൽകുന്നത്. കഴിഞ്ഞ 9 വർഷങ്ങളിലായി രാജ്യത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കിയെന്നും മന്ത്രി വി ശിവൻകുട്ടി സ്വാതന്ത്ര്യദിനത്തിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് കൊല്ലത്ത് പറഞ്ഞു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡൻസ് പോലീസ്, NCC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് ഉൾപ്പെടെ 20 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. കൊട്ടിയം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി പ്രദീപ് പരേഡ് നയിച്ചു. DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ വി ദിനേശ് ആയിരുന്നു സെക്കൻഡ് ഇൻ കമാൻഡ്. പരേഡിൽ പങ്കെടുത്ത പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മൊമെന്റോ സമ്മാനിച്ചു. സർക്കാർ TTIയിലെ സംഘത്തിന്റെ ദേശീയ ഗാനാലാപനത്തോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ സമാപിച്ചത്. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു പരിപാടി. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, റൂറൽ SP ജിഷ്ണു പ്രദീപ് എന്നിവരും അഭിവാദ്യം സ്വീകരിച്ചു. M നൌഷാദ് MLA, മേയർ ഹണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, സബ് കളക്ടർ നിശാന്ത് സിഹാര, ഡെപ്യൂട്ടി മേയർ S ജയൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് X ഏണസ്റ്റ്, കൊല്ലം തഹസിൽദാർ G വിനോദ് കുമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗത്ത് വിഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷം. സൗത്ത് വിഷൻ ആസ്ഥാനത്ത് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും സൗത്ത് വിഷന്റെയും നേതൃത്വത്തിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. സൗത്ത് വിഷൻ ആസ്ഥാനത്ത് COA ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും അവരെ അനുസ്മരിച്ചുകൊണ്ടും നമ്മൾ ഇന്ന് ജില്ലയുടെ ആസ്ഥാനത്ത് ഈ പതാകയുടെ ചടങ്ങിലേക്ക് പോവുകയാണ്. രാജ്യം ഇന്ന് വികസനവും സുരക്ഷയും അതേപോലെ വികസിതവുമായി കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഓരോ രാജ്യസ്നേഹിക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ കേരള വിഷന്റെയും സൗത്ത് വിഷന്റെയും പ്രേക്ഷകർക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി നൌഷാദ, രാജ്യം ഇന്ന് 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യവും ഭരണഘടനയും രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വളരെയേറെ പ്രസക്തിയാണുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിലേക്ക് COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുനിൽ, കുണ്ടറ മേഖലാ സെക്രട്ടറി ഷിബു, ജില്ലാ കമ്മിറ്റി അംഗം ഷെറിൻ, കുണ്ടറ മേഖലാ കമ്മിറ്റി അംഗം ഷാനി, സൗത്ത് വിഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് ക്യാമ്പയിൻ ഇടപ്പള്ളിക്കോട്ടയിൽ നടത്തി. ചെറുകിട വ്യാപാര മേഖലയുടെ സംരക്ഷണത്തിനായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാടിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയും ചെറുകിട വ്യാപാരികൾ നിലനിൽക്കേണ്ട നാടിന്റെ ആവശ്യകതയും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ ഷോപ്പിംഗും സ്വദേശ വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ ചെയിൻ ഷോപ്പുകളും ചെറുകിട വ്യാപാര മേഖലകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതോടൊപ്പം നാടിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെയും വലിയ രീതിയിൽ ബാധിക്കുകയാണ്. ഈ അപകടകരമായ അവസ്ഥയും ചെറുകിട വ്യാപാരികൾ നിലനിൽക്കേണ്ടതായ നാടിന്റെ ആവശ്യകതയും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗത്ത് വിഷൻ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. സൗത്ത് വിഷൻ എന്ന ജില്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഈ ചാനൽ, കേരള വിഷന്റെ ഈ ചാനൽ ഇന്നിങ്ങനെ പ്രവർത്തിക്കാൻ കാരണമായത് തന്നെ ഒരു ജനകീയമായ ബദൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പൊ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഈ ചാനൽ ജനകീയ ബദൽ എന്ന സന്ദേശം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഈ പ്രദേശത്തെ ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള കാഴ്ചപ്പാട് കേവലം ഒരു ചാനലിന്റെ, ഒരു വാർത്താ ചാനലിന്റെ അല്ലെങ്കിൽ ഒരു ചാനലിന്റെ സാമ്പത്തിക ലാഭമല്ല, മറിച്ച് സാമൂഹിക പ്രതിബദ്ധതയാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ചെറുകിട സംരംഭങ്ങളെ ഇല്ലാതാക്കപ്പെട്ടാൽ നശിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറൻസിയുടെ ഒരു സർക്കുലേഷൻ തന്നെ പൂർണ്ണമായും ഇല്ലാതാകാൻ പോവുകയാണ്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പയിനാണ് പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ നടത്തിയത്.
ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പൊതുജനങ്ങളുമായി സംവദിച്ച ചെറുകിട വ്യാപാരികൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയും ഓൺലൈൻ സ്വദേശ വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ ചെയിൻ ഷോപ്പുകൾ സൃഷ്ടിക്കുന്ന അപകടകരമായ അവസ്ഥയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ആഗോളവൽക്കരണ നയങ്ങളും ഉദാരവൽക്കരണ നയങ്ങളും തുടങ്ങിയ അന്നു മുതൽ ഇന്ത്യയിലെ വ്യാപാരികൾ മൊത്തത്തിൽ പ്രതിസന്ധികൾ നേരിടുകയാണ്. എത്രയോ വ്യാപാരികൾ നമ്മൾ പരിശോധിച്ചാൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. ഇടപ്പള്ളിക്കോട്ടയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ സൗത്ത് വിഷൻ ചെയർമാൻ പി ബിനു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. അധിക ചുങ്കം ഏതാണ്ട് 25% കൂടെ ചുരുത്തിക്കൊണ്ട് 50% എത്തുന്ന രീതിയിലേക്ക് ഉള്ള പ്രവണതകൾ നടത്തുന്നത്. ഇത് നമ്മുടെ വ്യാപാര മേഖലയെ മുഴുവൻ ബാധിക്കും. നമ്മുടെ പണമൊഴുക്കിനെ, നമ്മുടെ സമൂഹത്തിലേക്കുള്ള സമ്പദ്ഘടനയെ ബാധിക്കുന്ന രീതിയിൽ പണത്തിൻ്റെ ഒരു ചംക്രമണത്തെ ബാധിക്കുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ചെറുകിട മേഖലയിലാണ് ബാധിക്കുന്നത്. കാരണം സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് കാശെത്തിയാൽ മാത്രമേ ഈ കടകളിലെല്ലാം കച്ചവടം നടക്കുകയുള്ളൂ. അങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മേഖലയെ ബാധിക്കുന്നുണ്ട്. സമ്പദ്ഘടന മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, വേണാട് മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രസിഡന്റ് അശോകൻ, വ്യാപാര വ്യവസായ മേഖലകളിലെ പ്രതിനിധികൾ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓണക്കാലത്ത് കരുനാഗപ്പള്ളിയിൽ പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കും. ഓച്ചിറ മുതൽ നീണ്ടകര വരെയാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. കരുനാഗപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. ഓണക്കാലത്ത് ദേശീയപാതയിൽ പുതിയ ഗതാഗത പരിഷ്കാരങ്ങൾ സജ്ജീകരിക്കാനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഓച്ചിറ മുതൽ നീണ്ടകര വരെയുള്ള ഭാഗങ്ങളിൽ പുതിയ ക്രമീകരണങ്ങൾ നടപ്പാക്കും. പോലീസ് സ്റ്റേഷന് മുന്നിൽ അടച്ചിട്ടിരിക്കുന്ന ഭാഗം തുറന്ന് U-ടേൺ സംവിധാനം നടപ്പാക്കും. ഭാഗികമായി പൂർത്തിയായ മേൽപ്പാലത്തിനടിയിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. സർവീസ് റോഡുകളിൽ കുഴിയടച്ച ഭാഗങ്ങൾ ടാർ ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്തും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പേ ആൻഡ് പാർക്ക് സംവിധാനം ഏർപ്പെടുത്തും. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ പാർക്കിംഗ് മാറ്റാനുള്ള നിർദ്ദേശവും നടപ്പാക്കും. ഗതാഗത നിയന്ത്രണത്തിന് കൂടുതൽ പോലീസിനെ വിന്യസിക്കും. കരുനാഗപ്പള്ളി ASP അഞ്ജലി ബാബനിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. CIമാർ, നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ്, യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബേഴ്സ് ചെയർമാൻ നിജാം ബിഷി, ഹൈവേ അതോറിറ്റി പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. NSS കരയോഗാംഗങ്ങളുടെ കൂട്ടായ്മയിൽ നിർധന കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീടൊരുങ്ങി. 17 വൈകിട്ട് 3 വീടിന്റെ താക്കോൽ കൈമാറും. ചവറ കോട്ടയ്ക്കകം 2141 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചത്. പയ്യലക്കാവ് രചനയിൽ ചന്ദ്രശേഖരൻ പിള്ളയുടെ ഭാര്യ രാധാദേവിയുടെ ഓർമ്മയ്ക്കായി മക്കൾ നൽകിയ സഹായത്തിനൊപ്പം കരയോഗവും ചേർന്നതോടെയാണ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് വീടൊരുങ്ങിയത്. കരയോഗാംഗങ്ങളായ 200 പേരും പിന്തുണച്ചതോടെ ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശങ്കറിന്റെ മേൽനോട്ടത്തിൽ 7 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. ഓഗസ്റ്റ് 17 വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻ പിള്ള വീടിന്റെ താക്കോൽ കൈമാറുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വളരെ ഭംഗിയായിട്ട് അത് നമുക്ക് ചെയ്തു തന്നു. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോട്ടയ്ക്കകം NSS കരയോഗത്തിലെ നമ്മുടെ കരയോഗാംഗങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ആദ്യമാണെങ്കിലും ആദ്യം ഈ പറയുന്ന പോലെ ഇത് നടക്കുമോ എന്നൊക്കെയുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ സ്വാഭാവികമായിട്ട് നമ്മുടെ കരയോഗാംഗങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഈ പറയുന്ന പോലെ കുറച്ച് ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുകയും അതനുസരിച്ച് എല്ലാവരും കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ഡേ ടു ഡേ ഡേ ബൈ ഡേ നമുക്ക് ഇതിന്റെ പുരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ G ശങ്കറിനെ ആദരിക്കും. കരയോഗം പ്രസിഡന്റ് B ശശികുമാർ, സെക്രട്ടറി G ശിവശങ്കരപിള്ള, ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ വേണുകുമാരൻ നായർ, വിമൽ കുമാർ, K രാമചന്ദ്രൻ പിള്ള, ചന്ദ്രൻ പിള്ള, മണികണ്ഠൻ പിള്ള, ശ്രീധരൻ പിള്ള, വിജയൻ പിള്ള, ലളിതാഭായി, ഗംഗാദേവി തുടങ്ങിയവരാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ കരയോഗത്തിലെ 200-ൽ പരം കുടുംബങ്ങളാണുള്ളത്. കരയോഗം ഈ ശിവശാന്തിയിലെ ചിന്തവന് ഈ വീട് വെച്ചു കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയും അത് പൊതുയോഗം വിളിച്ചുകൂട്ടി ആ തീരുമാനം ഈ കരയോഗ അംഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. വളരെ 3 മാസത്തെ കാലയളവിനുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ ഈ കരയോഗത്തിന് കഴിഞ്ഞെന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.
ജാതി പറയുന്നവരെ കേമന്മാരായും ജാതി പറയാത്തവരെ മോശക്കാരുമായാണ് ചിലർ കാണുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അധികാരം പ്രധാന ഘടകമാണ്. ഈഴവർ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ടോ എന്നത് സംശയമാണ്. അധികാരത്തിൽ നിന്നും ഈഴവർ പിന്തള്ളപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും. ഈഴവ സമുദായക്കാർ ഭൗതികമായി ഏറെ വളരേണ്ടതുണ്ടെന്നും ജാതി പറയുന്നവർ കേമന്മാരായും ജാതി പറയാത്തവർ മോശക്കാരായുമാണ് ചിലർ കാണുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചാരിമൂട് SNDP യൂണിയന്റെ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈഴവർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ പലപ്പോഴും ലഭിക്കുന്നില്ല. അധികാരത്തിൽ നിന്നും അവർ പിന്തള്ളപ്പെടുകയാണ്. അധികാരമാണ് ഏറ്റവും പ്രധാന ഘടകമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇന്നിപ്പോൾ സമുദായത്തിലില്ലാത്ത ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഭൗതികമായി നമ്മൾ വളരണോ? ഇന്ന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം 70 കൊല്ലമാണ് ഞാൻ പറഞ്ഞത്. കെട്ടിടത്തിൻ്റെ കിടക്കുന്നത് ഈ പിന്നോക്കക്കാർക്കും പട്ടികജാതിക്കാർക്കും നമുക്ക് പാർക്കുകളിലൂടെ തരുന്ന കൊടുക്കുമോ? നമ്മളെവിടെ എത്തി? അപ്പം അവർ പറയൂ, ഞാൻ പറഞ്ഞു ജാതി മതായിരുന്നു ഈ മുന്നിൽ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇത് പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് ഇവിടെ സംവരണ സീറ്റ് ഉണ്ടായതും MLA ആയത്. അപ്പം ചെറിയ പറയും, ഞാൻ എടാ ജാതി പറഞ്ഞവരെല്ലാം കേവലം ജാതി പറയാത്ത നമ്മളെല്ലാം മന്നന് പറയും. അവർ മന്ന നമ്മൾ പറഞ്ഞു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ ജാതി പറയുന്ന അഭിമാനമാണ്. ഡോക്ടർ പൽപ്പു എന്താ പറഞ്ഞത്? 72 പേരുമാണ് പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നതാണ് ഡോക്ടർ പൽപ്പു പറഞ്ഞത്. കാരണം ജാതിയുടെ പേരിൽ നീതി നഷ്ടപ്പെട്ട ആ നിയമ നിഷേധമാണ് SNDP ഉണ്ടാകാനുള്ള കാരണം തന്നെ. ഡോക്ടർ പൽപ്പു ജോലി അപേക്ഷിച്ച് ചെല്ലുമ്പോൾ ചോദിച്ചെന്താണ് എൻ്റെ പേരെന്താണ്? ജാതി എന്താണ്? എൻ്റെ പേര് ഡോക്ടർ പൽപ്പു ജാതി കൂടാൻ തെറ്റാണെന്നാണ് കാലഘട്ടം. ആ കൽപ്പനയൊന്നുമില്ല. ഈഴവര് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ടോ? അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ? പ്രാതിനിധ്യം കിട്ടുന്നുണ്ടോ? സ്കൂൾ കിട്ടുന്നുണ്ടോ? കോളേജ് കിട്ടുന്നുണ്ടോ? പ്രാതിനിധ്യം ജനകീയ പ്രാതിനിധ്യമുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ ഈഴവർക്ക് അത്ര സീറ്റുണ്ട്. ഒരെണ്ണം ഈ പങ്കിടുകയാണ്. അതാ അത് കടാകട്ടില്ല, മറ്റതാ ജത്തി, ഇത് മുസ്ലിം. ഇങ്ങനെ പങ്കിട്ട് ഉണ്ടെന്നോ ഇപ്പൊ കുറുക്കൻ അപ്പം പങ്കിട്ട് പോലെ ഇപ്പൊ ഈ ആലപ്പുഴത്തോട് ഒന്നാണ്. യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ദേവസ്വം സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ്, MS അരുൺകുമാർ MLA, ഡോക്ടർ AV ആനന്ദരാജ്, അനിൽ P ശ്രീരംഗം, ഗോപൻ ആഞ്ഞിലിപ്ര തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സമൂഹത്തിനകത്തെ വേർതിരിവുകളെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ, അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ, സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം വരുന്ന മനുഷ്യനെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താനും നമുക്ക് നേതൃത്വമായി നിന്ന ശ്രീനാരായണ ഗുരുദേവൻ, ലോകത്തിലെ മഹാഗുരു, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളാണ് അടുത്ത 3 ദിവസക്കാലം. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. പ്രധാന വാർത്തകൾ വീണ്ടും. 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. മതവിദ്വേഷമില്ലാത്ത ഇന്ത്യ യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനയുടെ ആമുഖം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി V ശിവൻകുട്ടി. മതേതരത്വം, ജനാധിപത്യം, സാമൂഹിക നീതി, തുല്യത എന്നിവ പാലിക്കാൻ ഓരോ കേരളീയരും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി. ആശ്രമ മൈതാനത്ത് പതാക ഉയർത്തി മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ജാതി പറയുന്നവരെ കേമന്മാരായും ജാതി പറയാത്തവരെ മോശക്കാരുമായാണ് ചിലർ കാണുന്നതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവർ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ടോ എന്നത് സംശയമാണ്. അധികാരത്തിൽ നിന്നും ഈഴവർ പിന്തള്ളപ്പെടുന്നുവെന്നും വെള്ളാപ്പള്ളി. സൗത്ത് വിഷന്റെ നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് ക്യാമ്പയിൻ. പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ ക്യാമ്പയിൻ നടത്തി. ചെറുകിട വ്യാപാര മേഖലയുടെ സംരക്ഷണത്തിനായാണ് ക്യാമ്പയിൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.